ഈസ്റ്റി കോമഡി ഉത്സവം പവർഡ് ബൈ chavarammatrimony.com വീണ്ടും സ്വാഗതം. ഇന്നത്തെ കോമഡി ഉത്സവം തുടങ്ങുന്ന ഒരു വോട്ട് ഓഫ് താങ്ക്സിലാണ്. സാധാരണ ഒരു പരിപാടിയുടെ അവസാനമുള്ള വോട്ട് ഓഫ് താങ്ക്സ്. ഇന്നിപ്പോ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമഡി ഉത്സവം എന്ന് പറയുന്ന ഈ വീക്ക്ലി ഷോവിനെ മലയാളത്തിലെ നമ്പർ 1 റേറ്റഡ് ഷോ ആക്കി മാറ്റിയ പ്രേക്ഷകർക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത്. ഇതിനോടൊപ്പം യൂട്യൂബിലും ഹോം മസാലയിലും കാണുന്നതും അതിന്റെ കമന്റുകളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ആ വ്യൂവർഷിപ്പ്, അതിൽ വരുന്ന കമന്റിന്റെ എണ്ണം ഒക്കെ കണ്ട് വി ആർ റിയലി ഓവർവെൽംഡ്. താങ്ക്സ് എ ലോട്ട്. പ്ലീസ് കീപ് ഇറ്റ് ഗോയിങ്. ഇനിയും നിങ്ങൾ ഈ പറഞ്ഞതിനകത്തുള്ള അപ്രീസിയേഷനും അതുപോലെ തന്നെ ക്രിറ്റിസിസും ഒക്കെ എടുത്ത് പറ്റാവുന്ന മാറ്റങ്ങളൊക്കെ വരുത്തി തന്നെയായിരിക്കും കോമഡി ഉത്സവം ഇനിയും മുന്നോട്ട് പോവുക. പ്ലീസ് കീപ് ഇറ്റ് കമ്മിങ്. പക്ഷെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ കാര്യക്കാരനില്ലാതെ നടക്കില്ല. കാരണം ഇവിടെ ഈ കാര്യങ്ങളെല്ലാം ഡിസൈഡ് ചെയ്യുന്നത് നമ്മുടെ ഉത്സവം നടത്തിപ്പുകാരൻ മറ്റാരുമല്ല, മലയാളികളുടെ പ്രിയങ്കരനായ നടൻ ടിനി ടോം. വെൽക്കം ബാക്ക്. ഒന്ന് പിടിച്ചോട്ടെ. അതിനിടയ്ക്ക് ആ സ്വിറ്റ്സർലൻഡ് റോമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു. അല്ല, നമ്മൾ മാർപ്പാപ്പയെ കണ്ട് വീഡിയോ എടുത്തോണ്ടെന്നല്ലോ കേട്ടത്. മാർപ്പാപ്പനെ കണ്ട് വീഡിയോ എടുത്തു, മാർപ്പാപ്പയുടെ അനുഗ്രഹം മേടിച്ചു. പക്ഷെ നമ്മൾ ഇവിടെയൊക്കെ ചെല്ലുമ്പോഴും മലയാളികൾ ഈ കോമഡി ഉത്സവത്തിനെ കുറിച്ച് പറയുന്നു. ഓരോ വീഡിയോയിൽ ചെല്ലുമ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ നിന്നും ഫ്ലവേഴ്സ്, പക്ഷേ ഈ സാറ്റലൈറ്റും ഈ ബോക്സും ഇതൊക്കെ ഉള്ളതുകൊണ്ട് അവർ നേരിട്ട് എടുത്തിരിക്കുകയാണ്. അപ്പൊ അവിടെയൊക്കെ ചെല്ലുമ്പോൾ ഓരോ തവണ ചെല്ലുമ്പോഴും ഓരോ രീതിയിലാണ് നമുക്ക് സ്വീകരണം കിട്ടുക. ഈ തവണ ഞാൻ ഈ വേൾഡ് 2-3 സ്ഥലങ്ങളിൽ ചെന്നപ്പോൾ കോമഡി ഉത്സവത്തിന്റെ പേരിലാണ് എനിക്ക് സ്വീകരണം കിട്ടിയത്. ഇന്ന് അതുപോലെ തന്നെ മലയാളത്തിൽ ഒരു കാലഘട്ടം മുഴുവൻ എല്ലാ ക്ലാസിക്സും എടുത്തു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ പേരുണ്ടായിരുന്നു. ഇന്നും മലയാളത്തിൽ അതേ യുവ നടനായി നിൽക്കുന്ന മലയാളികളുടെ പ്രിയങ്കരനായ നടനാണ് അടുത്തതായി നമ്മളോടൊപ്പം എത്താൻ പോകുന്നത്, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട അശോകൻ ചേട്ടൻ. വെൽക്കം. അശോകനെ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞല്ലോ, എന്നും ഈ യുവ നടനായിട്ട് എങ്ങനെ നിൽക്കുന്ന അശോകൻ? ഞാൻ യുവ നടനായതുകൊണ്ടാണ്. ആണല്ലേ? കഴിഞ്ഞ 40 വർഷമായിട്ട് യുവ നടനായിട്ട് ഒരു വയസ്സ് അഭിനയിക്കാൻ വന്നുകൊണ്ടായിരിക്കും തോന്നുന്നു. അതെ. ശാന്തിഗിരി കോളേജിൽ നിന്നുള്ള ആൾക്കാരാണ് ഇതാ ഇപ്പൊ നമ്മളോടൊപ്പം ഉള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നും യുവനടന്റെ ശ്രേണിയിൽ തന്നെയല്ലേ നിങ്ങൾ അശോകനെ കാണണേ? സത്യമാണോ പറയുന്നത്? ഇനി എനിക്കൊന്നും വേണ്ടല്ലോ, സമാധാനമായില്ല. ഇനിയെങ്കിലും ഒരു അച്ഛൻ വേഷമൊക്കെ ചെയ്യണം അശോകൻ. ആ കോളേജിൽ നിന്ന് ഇറങ്ങാൻ സമയമായി. അപ്പോ ഇവര് രണ്ടുപേരെയും അവിടെ ഇരുത്താൻ പോവാണ്. ഈസ്റ്റി കോമഡി ഉത്സവം പവർഡ് ബൈ chavarammatrimony.com അടുത്തത് നമ്മുടെ മിമിക്രി കോമ്പറ്റീഷൻ. ലെറ്റ്സ് വെൽക്കം പ്രശാന്ത് വള്ളംകുളം ആൻഡ് ഷജീർ കൊടുങ്ങല്ലൂർ. രണ്ട് ഗംഭീര താരങ്ങളാണ്. തുടങ്ങുന്നതിന് മുമ്പ് 5 താരങ്ങൾ, പ്രശാന്തിന്റെ താരങ്ങൾ പറയും. ഞാൻ സിദ്ദിഖ്, സലീം കുമാർ, സായി കുമാർ, സുരാജ് വെഞ്ഞാറൻമൂട്, GK പിള്ള സാറ്. സഖാവ് GK പിള്ള എന്ന് പറഞ്ഞ അതും സാക്കായിരുന്നു. ഉമ്മൻചാണ്ടി സാറിന് ഇഷ്ടമല്ലാത്ത വാക്കാണ് ഈ സാ. ആണല്ലേ? സരിത, സോളാർ, CD, സലീം രാജ്, BS 2 സായുണ്ട്. അത് തന്നെ കയറി പിടിച്ചിരിക്കുന്നത്. ശരി, സാ അവിടെ നിൽക്കട്ടെ. അടുത്തത് ഷജീർ പറ. സംവിധായകൻ നടനും കൂടിയായ ലാൽ സാറ്, ലാൽ ജോസ് സാറ്, മാമുക്കോയ, വിനായകൻ, പാഷാണം ഷാജി. വെരി ഗുഡ് ലിസ്റ്റ്. നല്ല ഡിഫറെന്റ് ആയിട്ട്. സാജു നവോദയാണ്, പാഷാണം ഷാജി. നമുക്ക് തുടങ്ങാം. നമ്പർ പ്രശാന്ത്. നമ്പർ 4. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 4. സീമച്ചേച്ചി നമ്മുടെ ഇവിടെ ഗസ്റ്റ് ആയിട്ട് അല്ല, സായുണ്ട്. സാധിക്കുമോ എന്നറിയില്ല. എന്റെ പൊന്നു രാച്ചേട്ടാ. കൊള്ളാം മോനെ, നിന്നെ ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല. എനിക്ക് പരിപൂർണ വിശ്വാസമായി. ശ്രമിച്ചോളൂ. പക്ഷെ എന്താ മാർഗം? വേണ്ട, നമ്പർ പറയൂ. നമ്പർ 6. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 6. സാ ഇവിടെ വരേണ്ട സാ, പക്ഷെ ഇവിടെ എത്തിപ്പോയി. നമുക്ക് ഒന്ന് നോക്കാം അല്ലേ ഷജീറെ? നോക്കാം. ട്രൈ നോക്ക്. ഷജീർ കിടല ആർട്ടിസ്റ്റ് അല്ലേ? രാമഭദ്ര പണ്ട് അമ്മച്ചിയുമായി സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇതാദ്യ. അനുഭവജ്ഞാനം കൊണ്ടും പിന്നെ തന്നോടുള്ള വാത്സല്യം കൊണ്ടും പറയാണ് ഇതിന് പരിഹാരം ഇല്ല. പക്ഷെ ഷബീർ നിക്കണണ്ടപ്പോഴേ ഞാൻ ഇപ്പൊ തകർക്കുന്നു ഇങ്ങനെ നിക്കണണ്ടപ്പോ ഒരു ബോക്സിങ്ങിന്റെ ലുക്കിലാണ് നിന്നത്.
അല്ലേ? നമുക്ക് സിദ്ദിഖ് എങ്ങനെയാണെന്നുള്ളത് കേൾക്കാം. കാർത്തികേയൻ തിരക്കല്ലെങ്കിൽ താൻ നല്ല മൂഡിലായിരുന്നു ഇന്നലെ. എന്തൊക്കെ വെച്ച് കീറുന്നു കേട്ട് കഴിവേറ്റ് കളയുന്നോ? ചുമ്മാ പറഞ്ഞായിരിക്കുമല്ലേ. താൻ നല്ല നാടൻ ഇടി കണ്ടുണ്ടോ? നല്ല കുമ്മനിടി. 5 കൊല്ലം ചാമ്പ്യൻഷിപ്പ് കിട്ടിയ മെഡൽ ഇരിപ്പുണ്ട്. കാണണോ നിനക്ക്? എന്താടാ ചുമ്മാ അത് വളവളാന്ന് ഡയലോഗ് അടിക്കുമ്പോൾ നീ ഓർത്തില്ല ആമ്പിള്ളാറെ കൈക്ക് വന്ന് വീഴുമെന്ന്. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് രാജേന്ദ്രൻ, ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ അവൻ കാർത്തികേയൻ അവനുള്ളിടത്തോളം കാലം എനിക്ക് ബുദ്ധിമുട്ടാ. നാളെ അവൻ പറഞ്ഞു നടന്നാൽ അവൻ കൂടെ കൊണ്ട് നടക്കുന്ന ഒരു പേര ചരക്കിനെയാണ് ഞാൻ ചുമക്കുന്നതെന്ന് പറഞ്ഞാൽ അതങ്ങനെ കേട്ട് ചിരിച്ചു കളയാൻ മാത്രം ഞാൻ പുണ്യവളൊന്നുമല്ല. ഞാനും ഒരു പുരുഷനാണ്. ദ റിയൽ മെയിൽ ഷോവനിസ്റ്റ്. കലക്കി. എങ്ങനെയുണ്ടായിരുന്നു ആശുവേട്ടാ? ഗംഭീരമായി. തിരിച്ചേട്ടാ? കറക്റ്റ്. എന്താ പറയാനുള്ളത്? തകർത്തു, തിമിർത്തു, പൊളിച്ചു. നിങ്ങളുടെ നമ്പർ സെലക്ട് ചെയ്യും. നമ്പർ 2. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 2. ഭാഗ്യവരാണ് നിങ്ങൾ. ലിസ്റ്റിലുള്ള ആളാണ് സലീം കുമാർ. സലീം കുമാറിന്റെ ഒരു ഇന്റർവ്യൂ വോയിസ് ആണ് ഞാൻ ചെയ്യുന്നത്. ഇന്റർവ്യൂസ് മലയാളത്തിൽ ഒരു ഇംഗ്ലീഷ് സിനിമയുടെ കഥ എടുത്ത് അത് മലയാളത്തിൽ ഒരു സിനിമയാണ് എന്ന് പറഞ്ഞു ചെയ്ത അതൊരു സിനിമ എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു മോശം സംവിധായകനാണ് എന്നല്ല സലീം കുമാർ പറഞ്ഞത്. ഇപ്പൊ സോഷ്യൽ മീഡിയ വഴി ഏതോ ഒരു ചെറുപ്പക്കാരൻ അവൻ എന്നെ 1, 2, 3, 5 പ്രാവശ്യം വരെ കൊന്നു. അപ്പോ ആ ചെറുപ്പക്കാരന് എന്റെ എല്ലാവിധമായിട്ടുള്ള ആദരാഞ്ജലികളും. നന്ദി, നമസ്കാരം. പൊളിക്കട്ടെ നമുക്ക്. പിന്നെ എടുത്തോ നമ്പർ 9. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 9. ഓയ് ഭാഗ്യവാനാണ്. ഓക്കെ. ഇപ്പോഴാണ് പുള്ളി ഒന്ന് ശ്വാസം വിട്ട് തുടങ്ങിയത്. എല്ലാവർക്കും നമസ്കാരമുണ്ട്. മലയാള സിനിമയിൽ നിരവധി നല്ല സിനിമകൾ സംവിധാനം ചെയ്യാൻ കഴിഞ്ഞ സംവിധായകൻ എന്ന നിലയിൽ ഇന്ന് ഈ ഒരു കോമഡി ഉത്സവത്തിൽ വരാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കോമഡി സൂപ്പർ നൈറ്റ് ആയാലും കട്ടുറുമ്പായാലും വീട്ടമ്മയായാലും നിരവധി പുതുമയുള്ള പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുന്ന ഫ്ലവേഴ്സ് ചാനലിൽ എൻ്റെ എല്ലാവിധ ഭാവുകങ്ങളും വിജയാശംസകളും നേരുന്നു. താങ്ക്സ് ഉണ്ട് കേട്ടോ. പെർഫെക്റ്റ് വോയിസ് ആയിരുന്നു. പക്ഷെ ഷമീർ ആ കിട്ടിയ സന്തോഷത്തിൽ ഇത്തിരി സ്പീഡ് കൂട്ടിപ്പോയി. പുള്ളി ഇത്തിരിയും കൂടി ഇല്ല, സന്തോഷമുണ്ട്, അങ്ങനെ പോകാറുള്ളൂ അല്ലേ? അപ്പൊ സന്തോഷം കൂടെ നമ്മുടെ കൈയടി കിട്ടാൻ വേണ്ടിട്ട് ഒരു ചാനൽ പൊക്കൽ ഉണ്ടായിരുന്നു അതിനിടയിൽ. അടുത്ത നമ്പർ അടുത്തത് നമ്പർ 11. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 11. അയ്യോ, ഇവിടെ കിട്ടേണ്ട സാധനമാണ്. നമുക്ക് വരാം. ഭക്ഷണം ഷാജി അഥവാ സാജു നവോദയ. എന്റെ സാറേ, ഇവനെ നമുക്ക് കൊച്ചിൻ കലാഭവനിൽ ചേർത്ത് മിമിക്രി പഠിപ്പിക്കാടാ. ഇവൻ നല്ല ബെസ്റ്റായിട്ട് ചെയ്യും. ഇവൻ ഇങ്ങനെ അഭിനയിച്ചാലേ ഭാവിയിലെ ജയറാമല്ലടാ. നമുക്ക് സാജു നവോദയ എങ്ങനെയാണെന്ന് കേൾക്കണ്ടേ? എടി, ഞാനൊരു പുളുന്താൻ ഭർത്താവാണെന്നും എന്നെ കാണാൻ കൊള്ളാന്നും ഇവിടെ ഇത്ര സംസാരിക്കുന്നുണ്ട്. ആ ജോസ് അവന്റെ കയ്യിലിട്ടില്ല. അടുത്ത മോനെ ഞാൻ മറത്തു. ഇതാണ് ജോസാ. ഞാനിപ്പോ ജോസിന്റെ കാര്യം നാഗത്ത് കിട്ടുള്ളൂ. എന്റെ ആഗ്രഹമുണ്ട് വിമാനം വരുമ്പോ പൈലറ്റിന് ഒഴിച്ചിടണം. എന്റെ സ്വഭാവം നിനക്ക് അറിയാൻ വളരായപ്പാ. ഒരു സുഖം, ഒരു മനസ്സുഖം. ജോസ് ജോസ് അതാണ് ഞാൻ മുഖത്ത് നോക്കി പറഞ്ഞു. ഓക്കേ, ഷജീറിന്റെ നമ്പർ. അടുത്തത് 10. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 10. ശങ്കരാടി. അവിടെ നിൽക്കാം. ശുദ്ധ പ്രോകൃതരാ താൻ കാണിച്ചേ. ചിരി പിണ്ണാക്ക്, ചിരി കടല പിണ്ണാക്ക്. ജനിച്ചതാർക്കു വേണ്ടി അറിയില്ലല്ലോ, ജീവിപ്പതാർക്കു വേണ്ടി അറിയില്ലല്ലോ. യഥാർത്ഥത്തില് ഇപ്പോ നമ്മുടെ ബിബിൻ ജോർജാണ് എന്നെ സൂചിപ്പിച്ചത്. അതായത് കട്ടപ്പനയിലെ ഋതിക് റോഷനും അമർക് ബ്രാൻഡണിയും രചന നിർവഹിച്ച അഭിനേതാവ് കൂടിയായ വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ കൂടെയുള്ള ഈ നമ്മളിങ്ങനെ ചെയ്യുന്നത് ഒരു ഇൻസൾട്ടിങ് പോലെ ഫീൽ ചെയ്യുന്നു. അവരൊരു ഗ്രൂപ്പിലുള്ള കുറെ കുട്ടികൾ ഇങ്ങനെ ഒരുപാട് പേര് നമ്മുടെ പല ട്രോളുകളിലും അതായത് ഇവര് ആഗ്രഹിച്ചാണ് വേദിയിലെത്തുന്നത്. അവരെ ഇങ്ങനെ പറ്റാത്ത സംഭവം കൊടുത്തിട്ട് തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിച്ചിട്ട് നമ്മൾ കളിയാക്കുന്നു എന്നുള്ളത്. ഇപ്പൊ ഞാനും ഇതുപോലെ തന്നെ പോയിട്ട് പലരിടത്തും അവസരങ്ങൾ ചോദിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് അറിയാം പറ്റാത്ത സംഭവങ്ങൾ നമ്മുടെ അടുത്ത് പറഞ്ഞാൽ നമുക്കുണ്ടാവുന്ന വേദന. ഇത് നിങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടിയൊന്നുമല്ല. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ? ഇതൊരു നമ്മളൊരു എൻജോയ് ചെയ്യുന്നു. ഒരു കൂട്ടത്തിലിരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോനടിച്ചിട്ട് തമാശ പറയുന്നില്ല, അത്രയുള്ള. പക്ഷെ നിങ്ങളുടെ കഴിവ് യഥാർത്ഥത്തിൽ ഇവിടെ പ്രകടിപ്പിക്കാനുള്ള അവസരവും നമ്മൾ കൊടുക്കുന്നുണ്ട്. തീർച്ചയായും. അപ്പൊ ഒരിക്കലും നമ്മൾ ഇവിടെ ഇൻസൾട്ട് ചെയ്യോ വേദനിപ്പിക്കുകയോ എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ടല്ല.
ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ ഒരു സന്തോഷമല്ല, ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ വേദനിപ്പിച്ചുള്ള ഒരു സന്തോഷമല്ല, ഒരു തമാശ, ഒരു അല്ല എന്താ മിഥുന അതിന് പറയാ, മലയാളിയുടെ സെൻസ് ഓഫ് ഹ്യൂമറിൽ ഈ സാധനം മലയാളിക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ ചില ആൾക്കാർക്ക് ചേട്ടൻ പറഞ്ഞതുപോലെ ചില ആൾക്കാർക്ക് അതൊരു ഹേർട്ടായിട്ട് ചിലപ്പോൾ ഫീൽ ചെയ്തെന്നു. ഗ്രൂമിംഗ് സെഷൻ കാണണം, നമ്മുടെ ഗ്രൂമേഴ്സ് ഇരിക്കണല്ലേ, അവര് ചെയ്യണമെന്ന് വെച്ച് നോക്കുമ്പോഴല്ലോ ഇതൊക്കെ എന്ത് ഡീസന്റ്. പക്ഷെ അങ്ങനെ ഒരു ട്രെയിനിങ് കിട്ടുന്നതുകൊണ്ടാണ് നിങ്ങൾ പെർഫെക്ഷനിലേക്ക് എത്തുന്നത് അല്ലേ? വളരെ പോയിന്റഡ് ആക്കിയാണ് നിങ്ങൾ വിടുന്നത്. നിങ്ങളുടെ ഭാവിയിൽ നിങ്ങൾക്ക് സ്റ്റേജിലും ഗുണം ചെയ്യും, അതിൽ യാതൊരു സംശയമില്ല. നമുക്ക് അടുത്ത നമ്പറിലോട്ട് ഇറങ്ങാം. നമ്പർ 22. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 22. വിനു ചക്രവർത്തി இந்த தெങ്காசி பட்டணத்தில முதல ഇപ്പം ഒരു മോഹം തോന്നുന്നു, അതുകൊണ്ട് ചോദിക്കുക, എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? പക്ഷേ അങ്ങനെ പറയാ സനൂപ ഇത് തെറ്റ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ കുഴപ്പമില്ലാതെ ചെയ്തു, നമുക്ക് പോലും അറിഞ്ഞൂടാത്ത സൗണ്ട് കേൾപ്പിച്ചു അല്ലേ? അത് അത്രയ്ക്ക് വലിയ കുഴപ്പമില്ലത് അല്ലേ? അതിന്റെ കൗണ്ടർ ആലോചിച്ചിട്ടാണ് പെട്ടെന്ന് തുടക്കത്തിൽ തന്നെ അങ്ങോട്ട് വീണു പോണത്. ഇതിന്റെ കൗണ്ടർ എന്തായിരിക്കും എന്ന് വിചാരിച്ചിട്ടല്ലേ? അറിയാൻ വയ്യ, എല്ലാം നമ്മള്. ഓക്കെ സജീറ പറ. നമ്പർ 20. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 20. ശങ്കർ. പ്രഭയ്ക്ക് എന്നെ ഇഷ്ടമാണോ പ്രഭ? ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന് ശേഷം പ്രഭയെ ഞാൻ സ്നേഹിക്കുന്നു. സനൂപേ സംഭവം ഡയലോഗ് അറിയാൻ പാടില്ല, സൗണ്ട് അറിയാൻ പാടില്ല, അങ്ങനെ. അതെ അതെ, ശങ്കരേട്ടന്റെ ഒരുപാട് പേർക്ക് പറ്റണ കാര്യമല്ല. ഓക്കെ കുഴപ്പമില്ല. അടുത്ത നമ്പർ 17. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 17. കിട്ടിയില്ലേ? അവസാനത്തെ സാ ഇല്ലാത്ത ഏക കക്ഷിയെ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ GK പിള്ള സാറിനെ ഞാൻ അവതരിപ്പിക്കുന്നത് നമ്മുടെ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്നുള്ള പരസ്യം നമ്മുടെ ഗോവൻ ചേട്ടന്റെ സൗണ്ടിലുള്ള ഇദ്ദേഹമാണ് ഡബ് ചെയ്തെങ്കിൽ എങ്ങനെയാവും എന്നുള്ളതാണ്. ശ്വാസകോശം പ്രൊഫസർ സ്പോഞ്ച് പോലെയാണ്. ശരാശരി ഒരു പുകവലിക്കാരന്റെ പ്രൊഫസർ പിഴിഞ്ഞെടുത്താൽ ഇത്രയും കാണും. അത് മതി നിങ്ങളെ ഒരു പ്രൊഫസറാക്കാൻ, വലിയ പ്രൊഫസർ. ബ്രില്യന്റ് ട്വിസ്റ്റ് ആട്ടോ അത് കൊടുത്തത്. എങ്ങോട്ടാണ് ചേട്ടാ? കുറച്ചും കൂടി പ്രൊഫസർ നല്ല പിന്നെ കുറച്ചുകൂടെ ബേസ് JK പിള്ള ചേട്ടന്റെ വോയിസിലുണ്ട്, കുറച്ച് ബേസിലുണ്ട്. നല്ല പ്രാസംഗികം കൂടിയാണ് അദ്ദേഹം. പിന്നെ ഷജീറിന്റെ ലാസ്റ്റ് 19. ഓക്കെ ലെറ്റ്സ് ഓപ്പൺ നമ്പർ 19. വിജയ്, ഇളയ ദളപതി വിജയ്. ആരാധകർ കേട്ടാ, കൈയടിയണ്ടാ. എനിക്ക് മ്യൂസിക്കെ പറ്റി ഒന്നുമേ തെരിയില്ല. ദൈവമേ, എല്ലാം പാട്ടിലാണ് കേട്ടോ ഇന്നത്തെ വന്നേക്കുന്നത് അല്ലേ ഷജീറെ? അപ്പൊ രണ്ടുപേരുടെയും എല്ലാ ചാൻസസും കഴിഞ്ഞു, കോമ്പറ്റീഷൻ കഴിഞ്ഞു. തിരിച്ചേട്ടാ പ്ലീസ് കം. അപ്പോ ഇനി നമ്മൾ ഇതുവരെ കാണിക്കാത്ത ആരെയൊക്കെയാ ഷജീറെ? ലാൽ സാറ്, വിനായകൻ, മാമുക്കോയ. ഓക്കെ തുടങ്ങാലോ. കേൾക്കാം. ആദ്യം ലാൽ സാറ്. ലാൽ സാർ. നിനക്ക് കൊടുക്കത്തെ ഗ്ലാമറാണ് പന്നി. ഞാൻ അന്നേ പറഞ്ഞതാ ഈ കോപ്പല പരിപാടി ഒന്നും വേണ്ട, ഇതൊന്നും ശരിയാവൂലെന്ന്. അപ്പൊ നീ എന്താ പറഞ്ഞത്? ഇതൊക്കെ ചെയ്യാം, ഇതൊന്നും ചെയ്ത യാതൊരു കുഴപ്പമില്ലെന്ന്. എന്നിട്ട് ഇപ്പൊ എന്താണ് കോപ്പ? ലാൽ സാർ വന്നായിരുന്നു. ലാൽ സാർ എപ്പോഴും പറയേ ലാൽ സാറിന് ഇഷ്ടമല്ലാത്ത ശബ്ദം ലാൽ സാറിന്റെ ശബ്ദം തന്നെയാണെന്ന്. കാരണം ചിലർ സ്ക്രിപ്റ്റ് വായിക്കാൻ വരുമ്പോ ഈ കഥാപാത്രങ്ങളെ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദം അനുകരിച്ച് പറയുന്നു. അവിടുന്ന് ഇങ്ങനെ ഒരാൾ വരുന്നു, അപ്പൊ ചേട്ടൻ വന്നിട്ട് ചോദിക്കുന്നു എവിടെ പോകണോ? അപ്പോഴേക്കും മറ്റൊരാൾ വരുന്നു, അപ്പൊ ചേട്ടൻ പറയുന്നു നമുക്ക് ഉറപ്പാണെന്നുള്ള. ഇങ്ങനെ കേൾക്കുന്നവരുടെ പടം ഞാൻ ഒരിക്കലും ചെയ്യില്ല. അപ്പൊ അടുത്തതിലോട്ട് നമ്മുടെ മാമുക്കോയ ഒരു പാട്ട് പാടാൻ വരാം. കൊച്ചു കള്ള അപ്പനെ വന്നാണ് മോനെ, പോണ്ടാന്ന് പാലസ്ന കൊച്ചല്ല അനക്ക് എൻ്റെ നമ്മളൊരു പാട്ട് പാടാൻ മോനെ. ഈ പാട്ടെന്ന് പറയുമ്പോൾ നമ്മൾ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ പാടിയിട്ട് ഫസ്റ്റ് കിട്ടിയ പാട്ടാ. മക്കളൊന്ന് താളിട്ടോളി. തെക്കലെ കാതറുക്ക കിടപ്പിലായി ഭാര്യ പീവാത്തു ഓല കൊണ്ട് തലക്കടിച്ചു
ഓന്റെ തലമണ്ട നോക്കിയൊരു പേട കൊടുത്തു. പാലസ്ന കൊച്ചല്ല നമ്മൾ മോനെ അസ്സലാമലൈക്കും. എനിക്ക് തോന്നുന്നു നമ്മുടെ ബാലകൃഷ്ണൻ പിള്ള സാറിനേക്കാൾ കൂടുതൽ ഫേമസ് ആയത് മാമുക്കയുടെ ഈ ബാലകൃഷ്ണൻ അല്ലേ? അല്ലേ അശ്വേട്ടാ? അസലായി ഗംഭീരമായി. ഇനിയിപ്പോ വിനായകന്റെ പഴയ കാലം അദ്ദേഹം സിനിമയിൽ വന്ന ടൈമിലുള്ള ഒരു വോയിസ്. പൂച്ചാണ്ടി പാവ സാറേ, പൂച്ചാണ്ടിക്ക് കണ്ണ് കാണില്ല. കുഞ്ഞുനാളിൽ തൊട്ട് അപ്പനമ്മയും പറഞ്ഞ പൂച്ചാണ്ടിക്ക് കണ്ണ് കാണില്ലാന്ന്. പക്ഷെ ഞാൻ കണ്ട സാറേ, ഈ നിൽക്കുന്നവൻ അവളെ സ്കെച്ചിട്ടു, പള്ളക്കൊരു കീറി കീറി പയ്യ സ്കൂട്ടായി. ഏട്ടാ കൊല്ലണം, അപ്പനെയും മോനെയും കൊല്ലണം. കല്യാണം കഴിഞ്ഞെങ്കിലും പണിയൊക്കെ ഒന്ന് തന്നെയാടാ. ഓക്കെ, ഇനി ഇദ്ദേഹത്തിലേക്ക് അല്ലേ? ചെയ്യാനുള്ളത് സായികുമാറും സുരാജ് വഞ്ഞാറമൂടുമാണ്. അപ്പൊ സായികുമാറിന്റെ ശബ്ദമാണ് നമ്മൾ രാജമാണിക്യം എന്ന ചിത്രത്തിൽ അദ്ദേഹം ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന ഡയലോഗ്. സൈമൺ നാടാർമണ്ണോ, ഈ നിൽക്കുന്ന എന്റെ പുന്നാരമോൻ വക്രദൃഷ്ടി പറഞ്ഞു കൊടുത്തും ഈ നിൽക്കുന്ന രാഷ്ട്രീയ പുന്നാരമോൻ കൂട്ടിക്കൊടുത്ത് ഉണ്ടാക്കലൊക്കെ എന്റെ ആശുപത്രിയുടെ ശിലാസ്ഥാപനം നടത്തും ഞാൻ. അവിടെ മകനാണ് മകളാണ് മറ്റേതാനും പറഞ്ഞ വഴിക്കെങ്ങാനും വന്ന ആ സെന്റിമെന്റ് സംഘം മറക്കും ഞാൻ. രാജരത്നം പിള്ളയോടൊന്ന് ബിസിനസ് വളരാൻ നിന്റെ ഈ വളർച്ച പോര ശിവ, ഈ ആയുസും. അടുത്തായിട്ട് അപ്പൊ സുരാജ് വഞ്ഞാറമൂട്, അദ്ദേഹം പണ്ട് സ്റ്റേജിൽ മിമിക്രി അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ആ ശബ്ദം. പ്രിയമുള്ളവരെ, മിമിക്രി പഠിക്കാൻ വേണ്ടി ഒത്തിരി പേരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. നിനക്ക് ആരെയാണ് ആദ്യം പഠിക്കേണ്ട? ഇവന് നരേന്ദ്രപ്രസാദിന്റെ സംഭവം കാണും. നരേന്ദ്രപ്രസാദിന്റെ സംഭവം ഒന്നും കാണിച്ചു തരാൻ പറ്റില്ല. വേണേ വോയിസ് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ആക്ഷൻ പഠിക്കണം. ആക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഇങ്ങനെ നാരങ്ങ പിഴിയണതേ കണ്ടോ? ഈ നാരങ്ങ പിഴിഞ്ഞിട്ട് ഈ നാരങ്ങ ഇങ്ങനെ എറിഞ്ഞ് പിടിക്കണതേ കണ്ടോ? നാരങ്ങ പിഴിയുന്നു, എറിഞ്ഞ് പിടിക്കുന്നു. സേഷൻ ഡയലോഗ് ഒറ്റ പ്രാവശ്യം പറയൂ, നാരങ്ങ പിഴി, എറിഞ്ഞ് പിടി. സേഷൻ ഡയലോഗ്. 16 വർഷം മുമ്പ് നെറ്റിപ്പിളർന്ന് ചോര വീണൊഴുകിയ പുഴക്കരകിലെ പൂഴിമണ്ണ് വാരി കയ്യിലെടുത്ത് ഈ അപ്പൻ ഒരു പ്രതിജ്ഞ ചെയ്തു. അത് മാറ്റാൻ സൂര്യൻ പടിഞ്ഞാറന്ന് മുതച്ചു തുടങ്ങിയിട്ടില്ലല്ലോ. അപ്പൻ ഇനിയൊന്നും പറയാനില്ല, ഒന്നും കേൾക്കാനും. ആയുസിന് വേണ്ടി ഉറക്കെ പ്രാർത്ഥിച്ചു കൊള്ളുക. ആയുഷ്മാൻ ഭവ. ഈ ഭവ എന്ന് പറഞ്ഞിട്ട് കയ്യിലിരിക്കുന്ന നാരങ്ങ എടുത്ത് ഓഡിയൻസിനെ എറിയണത് കണ്ടോണം. ആയുസിന് വേണ്ടി ഉറക്കെ പ്രാർത്ഥിച്ചു കൊള്ളുക. പുല്ല് പാട്ട്. അപ്പോ എന്തായിരുന്നാലും തിരിച്ചേട്ടാ ഈ രണ്ടുപേരെയും ടിനിച്ചേട്ടനെ ഏൽപ്പിച്ചു വിടുകയാണ്. ടിനിച്ചേട്ടൻ കൊണ്ടുവെക്കും. ടിനിച്ചേട്ടാ ഒരു സെക്കൻഡ് പോകാൻ വരട്ടെ. ഞാൻ ഒരു സാധനം കാണിച്ചുതരാം. ഞാൻ ഈ പ്രോഗ്രാം സ്ഥിരം കാണുന്നതാണെങ്കിൽ ഈ ടിനിറ്റോം വേദിയിൽ വന്ന് ഇവരെ എങ്ങോട്ടാണ് എന്തിനാണ് കൊണ്ടുവന്നത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇത് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പോയാൽ മതി. ഞാനിവരെ കൊണ്ടുപോകുന്നതല്ല, ഞാൻ ഇവരുടെ പെർഫോമൻസ് കണ്ടിട്ട് അടിതെറ്റി നിൽക്കുകയാണ്. അപ്പൊ എന്നെയാണ് അവർ കൊണ്ടുപോകുന്നത്. മക്കളെ പിടിച്ചോണ്ട് പോടാ. കൊണ്ടുപോയി ഇതേപോലുള്ള ട്രോളുകൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഇത് കോമഡി ഉത്സവമാണ്. കോമഡി ഏത് തരത്തിലും നമ്മളിവിടെ ഉത്സവമായിട്ട് ആഘോഷിക്കും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കോമഡികൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ഇനിയും അയച്ചു തരിക. അവർക്കെല്ലാവർക്കും മിഥുന്റെ വക ക്യാഷ് പ്രൈസ് ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോ നമുക്ക് ഇതേപോലുള്ള ട്രോളുകൾ ഉണ്ടെങ്കിൽ പ്ലീസ് കീപ് സെൻഡിങ് ദം ഇൻ. ഈസ്റ്റി കോമഡി ഉത്സവം പവർഡ് ബൈ chavarammatrimony.com-ൽ അടുത്തത് നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത് ഒരു സെറ്റ് ഓഫ് ആക്ടേഴ്സിനെയാണ്. ഇന്ന് റിലീസായ ഒരു സിനിമയിൽ 84 പുതുമുഖങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് റിലീസായ അങ്കമാലി ഡയറീസ് ഒരുപാട് മികച്ച അഭിപ്രായം നേടി മുന്നേറുകയാണ്. ലെറ്റ്സ് വെൽക്കം ദ ടീം ബിറ്റ്വീൻ അങ്കമാലി ഡയറീസ്. വെൽക്കം ആന്റണി, രേഷ്മ. ഹായ് രേഷ്മ. ബിനു, ബിറ്റോ, സിനോജ്. നിങ്ങൾ രണ്ട് സൈഡിലായിട്ട് നിൽക്കണം, എങ്കിലേ എനിക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ. വാ ആന്റണി. അതെ, നമുക്കിവിടെ ഫിഗർ ഇടാനായിട്ട് ഒരാളായി സിനോജ്. കറക്റ്റ് മൻസൂർ അലിഖാൻ അല്ലേ? ഈ പടത്തിലേക്കുള്ള ലുക്കല്ലേ ഇത്? അല്ലല്ല, കുറച്ച് നാളായിട്ട് നമ്മൾ ഇത് ഈ ലുക്കിൽ തന്നെയാണ്. ആണല്ലേ? ലിജോ ബായി പറഞ്ഞു ഇനി കുറച്ച് നാളത്തേക്ക് മുടിയും താടിയൊന്നും വെട്ടണ്ടെന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ ആന്റണിയാണ് ഇപ്പൊ ഇതിനകത്ത് ട്രെയിലേഴ്സും എല്ലാം കണ്ടു കഴിഞ്ഞാൽ ഇപ്പുറത്തേക്ക് സിനോജിന്റെ ഇപ്പുറത്ത് അല്ല കാണുമ്പോ ഒരു വിരല് പോലെ തോന്നണി, 5 വിരല് പോലെ. എന്താണ് അങ്കമാലി ഡയറീസ്? നമുക്ക് ആന്റണിയോട് ചോദിക്കാം. ആന്റണി, വാട്ട് ഈസ് അങ്കമാലി ഡയറീസ്? അങ്കമാലി ഡയറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യുവാവിന്റെ 3 കാലഘട്ടങ്ങളിലൂടെ കട്ട ലോക്കലായിട്ടുള്ള ഒരു യുവാവിന്റെ
3 കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നൊരു കഥയാണ്. അപ്പോ നായികയുടെ 3 കാലഘട്ടം ഉണ്ടോ രേഷ്മ? ഒരു കാലഘട്ടമേ ഉള്ളൂ. അതായത് പ്രായമായ കാലഘട്ടം കാണിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് വേണ്ടെന്ന് വെച്ചാണോ? ഇല്ല, എന്റെ ചെറുപ്പകാലം കാണിക്കുന്നുണ്ട്, അത് വേറെ ആളാ ചെയ്യുന്നത്. അത് പറഞ്ഞത് നന്നായി. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ ട്രെയിലർ കണ്ടിട്ട് തിരിച്ചു വരാം. ഈ മാങ്ങ അമ്മിക്കല്ല് വെച്ച് ചതച്ചിട്ട് ആ മാങ്ങന്റെ അടുത്ത് വേണം, എന്നിട്ട് ഉപ്പ് മുളകിട്ട് ഒരു പിടി പിടിച്ചാണ്ടില്ല, സൂപ്പർ ആയിരിക്കൂടാ. ഇത് ആ പള്ളിയങ്ങാടിയിലെ ടീമോള്. അതുകൊണ്ടാണ് നമ്മൾ ഉള്ളിലുള്ള ചൂലെടുക്കുന്നത്, എന്നാലാണ് സ്പാർക്കിങ് ഉണ്ടാവുള്ളൂ. സ്പാർക്കിങ് परिंदे इश्के रवा दो नैना परिंदे इश्के रवा दिरारुम दिरारा तरारा तिरारो रिरा. എടാ, ഞങ്ങൾ ഈ അങ്കമാലി കിടന്ന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇതുവരെ പോലീസ് കേസ് ഉണ്ടാ? നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു ലൈഫ് ആയിരിക്കില്ല ഇനിയാണ്. ഒരു 35 ലക്ഷം രൂപയുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രശ്നം തീർക്കാം. ഇതൊരു കച്ചവടമാണ്. ഞങ്ങൾക്ക് ലാഭം കിട്ടുന്ന വിലയ്ക്ക് ഞങ്ങൾ കൊടുക്കും, നിങ്ങൾക്ക് ലാഭം കിട്ടുന്ന വിലയ്ക്ക് നിങ്ങൾ കൊടുത്തോ. ഇതേ അതൊന്നും ഉറപ്പാണ്. കളിക്കാൻ ആൾക്കാർ ധാരാളമുണ്ട്, കളി നടത്താനാണ് ആളില്ലാത്തത്. എന്നോട് ഞാൻ പറയണ പറഞ്ഞിട്ടുണ്ട്, ഈ ചെയ്ത കൊട്ടേഷൻ അവിടെയുള്ള നാടകത്തേരും കേസായിട്ട് എൻ്റെ മുമ്പിൽ വരുന്നു. ഏതായാലും ആന്റണി ആൻഡ് ദ ടീം കൺഗ്രാറ്റുലേഷൻസ്, രേഷ്മ കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ നമുക്ക് ഓരോരുത്തരുടെ ക്യാരക്ടേഴ്സ് ചോദിച്ചിട്ട് പോവാം. പ്രത്യേകിച്ച് സ്പാർക്ക് ഉണ്ടാവണ ആ ക്യാരക്ടർ എന്താണെന്ന് പറഞ്ഞു. തോട്ടയൊക്കെ ഉണ്ടാക്കുന്ന ഒരു കുഞ്ഞുട്ടി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് നമ്മൾ. തോട്ട ഉണ്ടാക്കണം, തോട്ട ഉണ്ടാക്കുന്നതാണ്. പക്ഷെ ബേസിക്കലി ഇയാള് പാവമാണ്. ഈ അങ്കമാലി എന്ന് പറയുന്ന സ്ഥലം അവിടുത്തെ പ്രധാനമന്ത്രിയുടെ കാര്യം നമുക്കറിയില്ല, പക്ഷെ എന്നാലും അങ്കമാലി എന്ന് പറയുന്ന സ്ഥലത്തിന് കേരളത്തിലെ മറ്റു സ്ഥലങ്ങളെ അപേക്ഷിച്ചുള്ള പ്രത്യേകത എന്താണ്? വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോഴില്ല, പണ്ട് കാലങ്ങളിൽ അവിടെ ഒട്ടുമിക്ക വീട്ടിലും പന്നി കൃഷിയുള്ള വീടുകളായിരുന്നു. ഇപ്പോൾ അപ്പൊ അതാണ് ഈ പടത്തിൽ കൂടുതലും. അതാണ് പോർക്ക് മൊത്തമായിട്ട് നിറഞ്ഞു നിൽക്കുന്നതല്ലേ സിനിമയിൽ? അങ്കമാലി പോർക്കുകൾ എന്നാണ് പണ്ട് നമ്മൾ എറണാകുളത്തേക്ക് അമ്മയുടെ വീട്ടിലേക്ക് നിൽക്കാൻ പോകുമ്പോഴൊക്കെ അങ്കമാലി പോർക്കുകൾ എന്നുള്ള അങ്ങനെ കളിയാക്കാറുണ്ട്. അപ്പോൾ ആ ഈ പോർക്ക് ബിസിനസ്സിലുണ്ടാവുന്ന ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഇവർക്കൊരു പ്രശ്നം വരുമ്പോൾ ഇവർ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ ഇവരെ ഒരു സാധനം ഉണ്ടാക്കാൻ പഠിപ്പിക്കണമെന്നാണ്. അപ്പം പുറത്തെ പാറയിലൊക്കെ ഭയങ്കര നനവായിരിക്കും, അതുകൊണ്ട് നമ്മൾ ഉള്ളിലുള്ള ചീലെടുക്കുന്നത്, എന്നാലാണ് സ്പാർക്കിംഗ് ഉണ്ടാവുള്ളൂ. സ്പാർക്കിംഗ്. ഓക്കെ, രേഷ്മയുടെ ക്യാരക്ടർ എന്താ ഇതിനകത്ത്? ഇതിനകത്ത് ആ പ്രണയം അല്ലാണ്ട് വേറെ എന്തൊക്കെയാണ് ഇതിനകത്ത്? പ്രണയം എന്ന് വെച്ചാൽ ഞാൻ ഇല്ല, ഞാൻ അടുക്കളയിലേ കയറിയിട്ടില്ല. ആക്ച്വലി ഞാൻ ഇന്നത്തെ അവരുടെ പെപ്പയുടെ കൂട്ടുകാരന്റെ പെങ്ങളായിട്ടാണ് ആദ്യം വരുന്നത്. പെപ്പെ എന്ന് പറയുന്നത് ആന്റണിയുടെ ക്യാരക്ടറിന്റെ പേര് പെപ്പെ എന്നാണ്. വിൻസെന്റ് പെപ്പെ. ഓ, നല്ല ക്യാരക്ടർ നെയിമാണ് വിൻസെന്റ് പെപ്പെ. അതെ, വിൻസെന്റ് ഗോമസിനെ പോലെ ആവട്ടെ. അപ്പോ പെപ്പയുടെ ആ കൂട്ടുകാരിയുടെ പേരെന്താണ്? ലിച്ചി. അപ്പോൾ പെപ്പേനെ ഫുൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് വരുന്നത്. ആദ്യം എല്ലാവരും അങ്ങനെ വിചാരിക്കുന്നത്, പിന്നെ പെട്ടെന്നൊരു ട്വിസ്റ്റാ. അത് കണ്ടുനോക്കിയിട്ട് എല്ലാവരും ട്വിസ്റ്റ് എന്താണെന്ന് ഇപ്പൊ പറയാൻ പറ്റില്ല, അത് കണ്ടുനോക്കിയിട്ടേ പറയാൻ പറ്റുള്ളൂ. വിറ്റോയുടെ ക്യാരക്ടർ ടെണ്ണമ്മൽ തോമസ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. ഗുണ്ടയാണോ? ഗുണ്ടല്ല, അതായത് ഒരു പള്ളിയങ്ങാടി ടീം എന്നാണ്. അപ്പൊ അതിനകത്ത് പിന്നെ ഇവര് ഒരു ടീം മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഇവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നെല്ലാം പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ ഇവരുടെ ബിസിനസ് കാര്യങ്ങൾക്ക് എല്ലാത്തിനും കാര്യങ്ങൾക്കൊക്കെ ചെയ്തു കൊടുക്കാനും കാര്യങ്ങൾക്കൊക്കെ അങ്ങനത്തെ ഒരു ചെറിയൊരു ഒരു പരിപാടിയായിട്ടുള്ള ഒരു പരിപാടിയാണ്. എങ്ങനെയായിരുന്നു നിങ്ങളുടെ സെലക്ഷൻ പ്രോസസ്? എങ്ങനെയായിരുന്നു ഈ 86 പേരെ എങ്ങനെ സെലക്ട് ചെയ്തു? 84 പേരെ എങ്ങനെ സെലക്ട് ചെയ്തു? എന്നെ സെലക്ട് ചെയ്ത് ഞാൻ ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു ചെയ്ത ഷോർട്ട് ഫിലിം? ബലിയാട് എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് ഫിലിം കണ്ടിട്ടാണ് എന്നെ ലിജോ ചേട്ടനും ചെമ്പൻ വിളിക്കണത്. അതിനുശേഷം ഓഡീഷൻ ഉണ്ടായിരുന്നു. അത് പറഞ്ഞപ്പോ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. മലയാളത്തിലെ ഒരു നടനാണ് ഇതിന്റെ സ്ക്രീൻ പ്ലേ. ചെമ്പൻ വിനോദാണ് ഇതിന്റെ സ്ക്രീൻ പ്ലേ രചിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായിരുന്നാലും അങ്കമാലി ഡയറീസ് ഈ പറഞ്ഞതുപോലെ ഒരു സൂപ്പർ ഹിറ്റായി. ഈ 1000 വെച്ച് വെച്ചുള്ള ഷോട്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ കാണട്ടെ, അതിനെപ്പറ്റി ചർച്ചയാവട്ടെ.
എല്ലായിടത്തും സൂപ്പർ ഹിറ്റ് ആയിട്ട് പോട്ടെ. ഇവരുടെ ഒരു പാട്ടുണ്ട് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആയിട്ട്, അങ്കമാലി പ്രാഞ്ചി പാടിയ ഒരു പാട്ടുണ്ട്, അത് തീയാമേന്ന് പറഞ്ഞ പാട്ട്. ഇപ്പം ഭയങ്കര ഹിറ്റായി ഭയങ്കര വൈറലായി പോയതാണ്. ഇറക്കിയ ദിവസം തന്നെ ഒരുപാട് യൂട്യൂബ് വ്യൂസ് ഒക്കെ വന്ന പാട്ടായിരുന്നു. സോ ഇതല്ലാണ്ട് വേറൊരു പാട്ടുണ്ട്, അത് നമ്മുടെ സിനോജാണ് പാടിയിട്ടുള്ളത് അല്ലേ? സിനോജ് പാടാം. ചായക്കടക്കാരാ നിന്റെ ചായയില് മധുരമില്ല, വെള്ളത്തിന് ചൂടുമില്ല, ചായപ്പൊടി തീരെയില്ല, പഞ്ചസാര ലേശമില്ല, കാപ്പൈസ ഞാൻ തരില്ല. ചായക്കടക്കാരാ നിന്റെ ചായയില് മധുരമില്ല, വെള്ളത്തിന് ചൂടുമില്ല, ചായപ്പൊടി തീരെയില്ല, പഞ്ചസാര ലേശമില്ല, കാപ്പൈസ ഞാൻ തരില്ല. ലല്ലാ ലാ 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 ലല്ലാ ലാ 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 ലല്ലാ 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 ലാ 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 ലല്ലാ ലാ ലാ ലല്ലാ ലല്ലാ. ഇരുനാഴി അരിയെടുത്ത് ദോശ 40 ചുട്ടുവെച്ച്, ഇരുനാഴി അരിയെടുത്ത് ദോശ 40 ചുട്ടുവെച്ച്, അതിലൊന്ന് എടുത്ത് നോക്കിയാ ബോംബെ പട്ടണം മുഴുവൻ കാണും. ചായക്കടക്കാരാ നിന്റെ ചായയില് മധുരമില്ല, വെള്ളത്തിന് ചൂടുമില്ല, ചായപ്പൊടി തീരെയില്ല, പഞ്ചസാര ലേശമില്ല, കാപ്പൈസ ഞാൻ തരും. ലാ 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 ലാ. അശോകേട്ടാ, കട്ട ലോക്കൽ ബാൻഡിന്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? പ്രത്യേകിച്ച് സിനോജിന്റെ. അടിപൊളി അടിപൊളി അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? നമുക്ക് എന്തായിരുന്നാലും ഇപ്പോ എന്തായാലും ഇതിനകത്തെ ഏറ്റവും വലിയ സ്പാർക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഹീറോ ആണല്ലോ ആന്റണി വിൻസെന്റ് പെപ്പയുടെ ഒരു ഡയലോഗ് നമുക്ക് കേട്ടാലോ? എടാ, ഞങ്ങൾ ഈ അങ്കമാലി കിടന്ന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇതുവരെ പോലീസ് കേസ് ഉണ്ടാ. അപ്പോ ഇവിടത്തെ നമ്മുടെ പുതുമുഖങ്ങളെ നിങ്ങൾ എങ്ങനെയാണോ അക്സെപ്റ്റ് ചെയ്തത്, അതേപോലെ തന്നെ ഈ 84 പുതുമുഖങ്ങളെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. അങ്കമാലി ഡയറീസിനെ സൂപ്പർ ഹിറ്റ് ആക്കുക. ഗംഭീരമാവട്ടെ അങ്കമാലി ഡയറീസ് എന്ന ടീം. ബ്യൂട്ടിഫുൾ, ഗംഭീരമാവട്ടെ. നല്ല അഭിപ്രായമാണ് കേൾക്കുന്നത്. വിൽ ബി ഗ്രേറ്റ് കേട്ടോ. താങ്ക്സ് എ ലോട്ട് ലിജോ, ഗ്രേറ്റ് വർക്ക്. ഈസ്റ്റി കോമഡി ഉത്സവം co-powered by chavarammatrimony.com. ഇനി അടുത്തത് നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലേ ടിൻചേട്ടാ, അശോകേട്ടാ, സിനിമ എന്ന് പറയുന്നത് ഒരാളുടെ ജാതകം മാറ്റി എഴുതുന്ന ഒരു വെള്ളിയാഴ്ചയാണ്. അതുപോലെ നമ്മുടെ ടെലികാസ്റ്റ് വെള്ളിയാഴ്ചകളിലാണ്. ഈ വെള്ളിയാഴ്ചകളിൽ നമ്മൾ ഓരോ തവണയും കൊണ്ടുവരുന്ന ഇവിടെ ഒരുപാട് പുതുമുഖങ്ങളെ കൊണ്ടുവരാറുണ്ട്. മാത്രമല്ല ഒരുപക്ഷെ കലാകാരന്മാർ, അറിയപ്പെടാത്ത ഒരുപാട് കലാകാരന്മാരെ ഈ സ്റ്റേജിൽ കൊണ്ടുവരാൻ നമ്മളൊരു ശ്രമം നടത്താറുണ്ട്. അത്തരത്തിൽ കൊണ്ടുവന്ന ഒരു കലാകാരൻ, അത്തരത്തിൽ ഒരു വെള്ളിയാഴ്ച നമ്മുടെ കൂടെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു കലാകാരൻ ഇന്ന് മൊത്തത്തിൽ നിങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ചേർന്ന് അദ്ദേഹത്തെ താരമാക്കിയിരിക്കുകയാണ്. നമ്മുടെ മണിച്ചേട്ടന്റെ പാട്ടുകളിലൂടെ നിങ്ങളിലേക്ക് എത്തിയ മണിച്ചേട്ടന്റെ ആരാരുമാവാത്ത കാലത്ത് എന്നുള്ള ഗാനം എഴുതിയ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മണി താമര. ഒന്ന് പരിചയപ്പെടുത്തു ഭാര്യയും കുട്ടികളെയും. ഇത് എൻ്റെ എന്താ പറയാ, എന്താ പറയാ അറിയില്ലേ, 3 വർഷം ആയിട്ട് ആളറിയാതെ ഞാൻ പ്രണയിച്ച് വൺ വേ പ്രണയത്ത് കിട്ടിയ എൻ്റെ ഒരു ഭാര്യ ശാന്തി. എൻ്റെ ഒരു ഭാര്യ ശാന്ത, എൻ്റെ ശാന്തി. പിന്നെ എൻ്റെ ചെറിയ മോൻ സുബിൻ, ഇയാള് വലിയ മോൻ ശ്രുതിൻ, ആള് ജില്ലാ കലോത്സവത്തെ. ശരിക്കും നമ്മളല്ലേ ഷേഖാൻ കൊടുക്കണം, നിങ്ങൾ എന്തിനാ ഇപ്പൊ ഷേഖാൻ കൊടുക്കും? സ്വന്തം മക്കളെ ഇവിടെ കൊണ്ടുവന്ന് ഷേഖാൻ കൊടുക്കേണ്ട കാര്യം. ഇദ്ദേഹമല്ലേ എഴുത്തുകാരി? ശരിക്കും നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ഓരോ വരികളും എഴുതുന്ന ആള് അല്ലേ? ഇദ്ദേഹത്തിന് 2ാം ക്ലാസ്സേ ഉള്ളൂ വിദ്യാഭ്യാസം. അദ്ദേഹം എഴുതിയ ഗാനമാണ് സൂപ്പർ ഹിറ്റ് ആയ ആ ഗാനം. പക്ഷേ എഴുതുന്നത് വൈഫാണ്, അവർക്കാണ് അക്ഷരാഭ്യാസം ഉള്ളത്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഇവിടെ വന്നതിന് ശേഷം സത്യം പറഞ്ഞാല് ടിൻചേട്ടന്റെ അടുത്ത് ഒരു രാത്രി വന്നൊരു കോളിൽ തുടങ്ങിയതാണ് ഈ ഒരു യാത്ര. രാത്രി പല കോളുകൾ വരാറുണ്ട് എനിക്ക്. മറ്റൊന്നുമല്ല, അവിടെ ഒരു പൂക്കച്ചവടക്കാരുണ്ട്, വാസു എന്ന് പറയും, ഇദ്ദേഹത്തിന്റെ നാട്ടിലാണ്. അപ്പൊ ഇദ്ദേഹത്തിന് എത്ര സ്വീകരണം കിട്ടുന്നുണ്ടെന്നുള്ള കൃത്യമായിട്ട് പറയുന്നത് ഈ വാസുവാണ്. കാരണം ഇന്ന് പൂച്ചെണ്ട് മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്, താമരക്കുള്ള പൂച്ചെണ്ടാന്ന് തോന്നുന്നു. അപ്പൊ പുള്ളി പറഞ്ഞ് അതിനൊരു ചെലവ് കൂടിയുണ്ട് പുള്ളിയുടെ നാട്ടില്. തീർച്ചയായിട്ടും വാസുവേട്ടൻ എനിക്ക് നന്നായിട്ട് അറിയാം, ഒരുപാടായിട്ട് നാളുകളായിട്ടുള്ള ബന്ധമാണ്. ഇദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യണം.
ഗൾഫിൽ പ്രോഗ്രാം ഉണ്ട്, വിളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാര് വിളിച്ചിട്ട് കൊണ്ടുപോകാനായിട്ട് നിൽക്കുകയാണ്. തീർച്ചയായിട്ടും ഒരുപാട് പേര് ഗൾഫിൽ നിന്ന് വന്നു, മലയാളികൾ ഒരുപാട് പേര് വിളിച്ചു. എൻ്റെ വീട്ടിലേക്ക് ഒരു 10, 60, 70 ആൾ കാണാൻ വന്നു കഴിഞ്ഞു, പല ജില്ലകളിൽ നിന്നായിട്ട്. പിന്നെ അതേപോലെ തന്നെ എനിക്ക് സ്വീകരണം കിട്ടി MLA നെന്മാറ. ഈ 60-70 പേര് വെറും കൈയോടെ വന്നു, അതോ എന്തെങ്കിലും കൊണ്ടുവന്നു? ചക്ക, കായക്കൊല, എനിക്ക് വാച്ച്, വാരിക്ക് സാരി, അങ്ങനെ എൻ്റെ വീട്ടിൻ്റെ എന്താ പറയുക അത്ര പേര് ഇനിയും വരാനുണ്ട്. ഗൾഫിലുള്ളവർ പറയണേ ഇനിയും നാടെത്തിയ ഉടൻ താമൻ്റെ വീട്ടിലേക്ക് വരികയാണ്. പിന്നെ അതുപോലെ ഗൾഫ് ഇപ്പോൾ ഇതിൽ ഫോളോവർ കയറുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഗൾഫിൽ നിന്ന് കോൾ വന്നു, എന്തായി വരുന്നില്ലേ എന്ന് ചോദിച്ചിട്ട്. അതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഇതുപോലൊരു മാറ്റം സംഭവിക്കുന്നത് മണിച്ചേട്ടന്റെ ആത്മാവായിരിക്കും തീർച്ചയായിട്ടും ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അത് മണിച്ചേട്ടൻ്റെ ആത്മാവ് കൂടെ എനിക്കുണ്ട്. അതേപോലെ തന്നെ മാരുതി കാസറ്റിൽ ആ ഒരു പാട്ട് എനിക്ക് എഴുതാൻ ചാൻസ് തന്ന സതീഷ് ബാബുവേട്ടനെ ഈ സമയത്ത് ഓർക്കണു, കബീർ ഖാനെ ഓർക്കണു, എന്താ പറയുക മണിച്ചേട്ടനെ മനസ്സുകൊണ്ട് ഓർത്തുകൊണ്ടേയിരിക്കുന്നു. ആ പാട്ട് നമുക്കൊന്നും കൂടി പാടിയാലോ? ആരാരും ആവാത്ത കാലത്ത് ഞാനന്ന് ഓട്ടി നടന്നു വണ്ടി, എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ട വണ്ടി. 100ന്റെ നോട്ടിന് രാപ്പകലില്ലാതെ നെട്ടോട്ടമോടിടുമ്പോ വലിച്ചെന്റെ കൈയും നടുവും തളർത്തിയൊരോട്ട വണ്ടി. ആരാരും ആവാത്ത കാലത്ത് ഞാനന്ന് ഓട്ടി നടന്നു വണ്ടി, എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ട വണ്ടി. എങ്ങനുണ്ട് വ്യത്യാസം? ഈ മണിച്ചേട്ടൻ ഇത്രയും വർഷമായിട്ട് ഇങ്ങനെ ഒളിച്ച് നിൽക്കുകയായിരുന്നു എന്നുള്ളത് ഇപ്പം ലോകം മുഴുവൻ അറിഞ്ഞപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. എല്ലാരും തിരിച്ചറിഞ്ഞു. അല്ല, മാറ്റം വന്നു പറഞ്ഞാൽ താമരക്ക് മാറ്റം വന്നിട്ടില്ലല്ലോ അല്ലേ? അദ്ദേഹത്തിന്റെ മനസ്സിന് ഒരു ഇല്ല, ഒരിക്കലും ഇല്ല. അന്ന് വന്ന ആൾ തന്നെയാണ് ഇന്നും ഉള്ളത്. സ്വഭാവത്തിൽ ഒരിക്കലും മാറ്റം അത് എല്ലാവരും അങ്ങനെ തന്നെ പറയണം. നാട്ടിലും വീട്ടിലും എല്ലാവരും അങ്ങനെ തന്നെ പറയണം, എത്ര കാലഘട്ടം കഴിഞ്ഞാലും. എന്താ പറയാന്നറിയില്ല. ആദ്യമായിട്ട് ഒരു ചാനലിലേക്ക് ഇങ്ങനെ വന്നത്, ഫ്ലവേഴ്സ് ചാനലിലേക്ക് എല്ലാവർക്കും നന്ദി. മണിയെ ഓർക്കുന്നുണ്ടായിരിക്കാം, ഒരു മണിയുടെ ഒരു സ്വാധീനം നമുക്ക് തോന്നുന്നുണ്ട്. മണിയെ അറിയാതെയോ അറിഞ്ഞൊക്കെ അനുകരിക്കുന്നുണ്ടോ? ഇല്ല, ശബ്ദാനുകരണമില്ല, ശബ്ദമൊക്കെ ചിലപ്പോൾ തോന്നുന്നുണ്ടോ അങ്ങനെ? ആളുടെ പാട്ടിന്റെ ഒരു ശീലങ്ങളുള്ളതായിരിക്കും, നാടൻ ശീലുകളായതുകൊണ്ട് ആളിനെ അതിന്റെ ഗുരു ആൾ തന്നെയാണ്. തീർച്ചയായും. അല്ല, അത് മോശമായിട്ടല്ല ഞാൻ പറഞ്ഞു. എനിവേ എല്ലാം നന്നായിട്ടുണ്ട്. വളരെ സന്തോഷം. നിങ്ങളുടെ ടാലൻസിനെ വളരെ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുമോ? വളരെ സന്തോഷം സാർ. ഇപ്പം നമുക്ക് മണിച്ചേട്ടൻ്റെ ഒരു പാട്ടും കൂടി കേട്ടാലോ? പിന്നെന്താ? അല്ല, വേറൊരു പാട്ട്, ഒരു ഫ്ലവേഴ്സിനെ കുറിച്ച് എന്തോ എഴുതിയിട്ടുണ്ട്. ആണോ? അല്ല, എഴുതിയല്ല, ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോണ സാധനം, അതായത് എഴുതി വെച്ച പാട്ട് വേറെ ആയിരുന്നു. ഇവിടെ വന്നപ്പോൾ എനിക്കിപ്പോൾ തോന്നിയ ഒരു സംഭവമാണ്. കേരളമാണ് എൻ്റെ നാട്, എന്നെ പെറ്റതു പാലക്കാട്. കേരളമാണ് എൻ്റെ നാട്, എന്നെ പെറ്റതു പാലക്കാട്. പാലക്കാട് എന്നൊരു നാട്ടിൽ വേലർകോടാണ് എൻ്റെ വീട്, വേലർകോടാണ് എൻ്റെ വീട്. കേരളം എന്നൊരു നാട്ടിൽ പട്ടിണി പാവങ്ങളേറെ, കേരളം എന്നൊരു നാട്ടിൽ പട്ടിണി പാവങ്ങളേറെ. പട്ടിത്തിൻ പാവത്തിൻ കൂടെ എൻ്റെ കുടുംബവും ഞാനും, എൻ്റെ കുടുംബവും ഞാനും, എൻ്റെ കുടുംബവും ഞാനും, എൻ്റെ കുടുംബവും ഞാനും. ഫ്ലവേഴ്സ് എന്നൊരു ചാനൽ ഞാൻ വന്നു പോയൊരു നേരം, എൻ്റെ ജാതകം മൊത്തങ്ങു മാറ്റി, എൻ്റെ പട്ടിണി മാറ്റിയ ചാനൽ. അല്ല, പട്ടിണി മാറ്റി ചാനൽ എന്ന് പറയുമ്പോൾ എന്തിനാ ഈ വല്ലൊരു വിഷമം കൊണ്ടാന്ന് തോന്നുന്നു ഭാര്യ കരഞ്ഞു പോണതല്ലേ? ഒന്നും പറയാനില്ല, കാരണം അത്ര ഇതൊരു ചാനലിൻ്റെ കാരണം. ഞാൻ പലവട്ടം സ്വപ്നം കണ്ടൊരു ചാനലാണിത്. ഇവിടെ വന്നപ്പം എന്താ നല്ലൊരു ഡ്രസ്സ് വാങ്ങാനുള്ള കാശ് നുണ ഞാൻ പറയില്ല, അതടക്കം ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ എനിക്ക് കിട്ടിയതാണ് സാർ. അത്ര ഒരു മനസ്സിൽ ആഴത്തിൽ ഞാൻ പതിഞ്ഞുപോയി. എൻ്റെ കുടുംബ ചാനൽ പോലെ ഞാനിപ്പോൾ കാണുകയാണ് ഇതിനെ. അല്ല, ഫ്ലവേഴ്സ് ചാനല് മണിത്താമരനെ ദത്തുപുത്രനായിട്ട് എടുത്തിരിക്കുകയാണ്. വളരെ സന്തോഷം, വളരെ സന്തോഷം. ഇപ്പം എല്ലായിടത്തും അതുപോലെ തന്നെ തരുന്നുണ്ട്, പിന്നെ സൗകര്യം ചെയ്തു തരുന്നുണ്ട്, റൂം അറേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ അത് എടുത്തു പറയാനുള്ളതാണ്. എൻ്റെ വണ്ടി, എനിക്ക് വണ്ടിയില്ല, സൈക്കിൾ പോലും ഇല്ലാത്ത ആളാണ്. ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഓടാനുള്ള അവരുടെ വണ്ടിയാണ് എനിക്ക് പുതിയ നോട്ട് ഇറക്കിയത് തന്നെ മണിത്താമരക്ക് വേണ്ടിയിട്ടാണ്. ദൈവമേ,
അതിൽ അതേപോലെ തന്നെ സാർ നെന്മാറ പഞ്ചായത്തിലുള്ള എൻ്റെ MLAയും ബാബു ML സാറും അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രേമൻ സാറും അനിലും ഒക്കെ കൂടി ചേർന്നിട്ട് ശിവരാത്രി ദിവസം ഗംഭീര ഒരു സ്വീകരണം പോത്തുണ്ടിയിൽ എനിക്ക് കിട്ടി. അതൊരായിരം നന്ദി അവരോട് പറഞ്ഞാൽ തീരാണ്. പിന്നെ കല്ലമ്പറമ്പ് എന്നൊരു എൻ്റെ അടുത്ത ഒരു ക്ലബ്ബിൽ ഉദ്ഘാടനത്തിന് ഞാൻ ക്ഷണിച്ചത് നെട്ടിപ്പോയി സാറേ ഞാൻ. പാടി നമുക്ക് പോവാം. ശരി, തീർച്ചയായിട്ടും അത് പാട്ട് പാടി. അങ്ങനെ പാടി അതുവഴി ആരാരും ആവാത്ത കാലത്ത് ഞാനന്ന് ഓട്ടി നടന്നു വണ്ടി, എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. ആരാരും ആവാത്ത കാലത്ത് ഞാനന്ന് ഓട്ടി നടന്നു വണ്ടി, എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. 100ന്റെ നോട്ടിന് പകലില്ലാതെ നെട്ടോട്ടം ഓടിടുമ്പോൾ ഇക്കർ വലിച്ചെന്റെ കയ്യും നടുവും തളർത്തിയൊരോട്ടോ വണ്ടി. ഈസ്റ്റി കോമഡി ഉത്സവം പവർഡ് ബൈ ചാവറ matrimony.com അടുത്തത് സ്റ്റാൻഡപ്പ് കോമഡി. ക്യാരക്ടേഴ്സ് ആയിട്ട് നമ്മുടെ ഇവിടെയുള്ള ഒരുപാട് ബ്രില്യൻ പെർഫോമേഴ്സ് വരുന്ന ഒന്നാണ് അശോകേട്ടാ. അപ്പോ ഈ സ്റ്റാൻഡപ്പ് കോമഡിയുമായിട്ട് വരുന്നത് എന്താ അവിടെ വീണ് കിടക്കണേ, എന്താ സംഭവം? ഹലോ ഹലോ, ആരാ? PP aliens from ചൊവ്വ. PP aliens from ചൊവ്വ. അന്യഗ്രഹ ജീവിയാണ്. അതെ. അയ്യോ, വാ വാ. അയ്യേ, ഈ അന്യഗ്രഹ ജീവികളൊക്കെ ഇങ്ങനെയാണോ നടക്കുന്നത്? ഇത്ര ഉയരത്തിൽ താഴെ ചാടിയിട്ട് ഇങ്ങനെ അല്ലാതെ ഞാൻ പിന്നെ ഇങ്ങനെ വരണോ? എന്തായാലും വെൽക്കം ടു എർത്ത്. പേര് ഒന്നുകൂടി പറഞ്ഞേ. PP aliens from ചൊവ്വ. പ്ലാനറ്റ് പറമ്പിൽ ചൊവ്വ. എനിക്ക് ആ ഏരിയന്റെ നടപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആദ്യം വന്ന നടപ്പ് ഇഷ്ടപ്പെട്ടു. അതാണ്, ആ രീതിയിലായിരുന്നു നടക്കേണ്ടത്. ഈ കുട്ടികളെ അപ്പിട്ടിട്ട് നടക്കൂല അതുപോലുള്ള. അത് ഇവിടുത്തെ സംഭവം ഇവിടെ നടക്കുന്നു. ഇത് കോമഡി ഉത്സവത്തിന്റെ ഫ്ലോറിലാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. കോമഡി ഉത്സവത്തിന്റെ ഫ്ലോറിലാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഒരു കോമഡി അവതരിപ്പിച്ചേ, ഞാൻ ഒരു ചിരി വിക്ഷേപിക്കട്ടെ. ചേട്ടാ, അന്യഗ്രഹ ജീവി മണിമണിയായിട്ട് മലയാളം പറയുന്നത് കേട്ടോ. അല്ല, ഞങ്ങള് മലയാളികളോട് ശരിക്കും ചെറിയൊരു ബന്ധമുണ്ട്. എങ്ങനെ മലയാളികളോട് എന്താ ബന്ധം? എന്റെ മുത്തച്ഛൻ പതണ്ടക്കാരനല്ലേ. അല്ല, ഈ മലയാളികൾ ചെല്ലാത്ത സ്ഥലമില്ലല്ലോ. അവിടെയും ചെന്ന് അന്യഗ്രഹ ജീവികളുടെ കൂടെയും മലയാളികൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ അവിടെ ഞങ്ങൾ ചെറിയ ബിസിനസ് ഒക്കെ ചെയ്ത് അവിടെ തന്നെ കഴിയുക. അതാണ് ഈ മലയാളം നന്നായിട്ട് പറയുന്നത്. ആക്രി കച്ചവടം. ആക്രി കച്ചവടം? പിന്നെ സ്പേസിലോ? ആ ശൂന്യാകാശത്ത് ആക്രി കച്ചവടം? എന്റെ പോലെ നിങ്ങൾ ഇവിടെ അയക്കുന്ന മിസൈലും സാറ്റലൈറ്റ് ഒക്കെ മൊത്തം അഴിച്ചു പറഞ്ഞ് ഞങ്ങളല്ലേ താഴെ അയക്കുന്നത്. അത് ശരി, അതാണ് ആക്രി കച്ചവടം. അതുപോലെ തന്നെ നമ്മുടെ ഈ സിനിമകളൊക്കെ ഒരുപാട് നമുക്ക് കാണാൻ പറ്റും ഫ്രീ ആയിട്ടൊക്കെ. എവിടെ? അവിടെയോ? പിന്നെ സിനിമകൾ ഇവിടുത്തെ സാറ്റലൈറ്റ് മൊത്തം ഉണ്ടാക്കിയത്തില്ലേ പിടിപ്പിച്ചേക്കുന്നത്. ഓ, സാറ്റലൈറ്റ് വഴി അവിടെ സിനിമ കാണാൻ പറ്റുമെന്നുള്ളത് അല്ലേ? ഞാനൊരു കേബിൾ അടിച്ചു വിട്ടാൽ മതി, ഒറ്റ ഒരുത്തിനും കാണത്തില്ല. പിന്നെ സംഭവം പിന്നെ വരുന്ന വഴിക്ക് ഭാര്യ എന്നോട് പറഞ്ഞായിരുന്നു. ഞാൻ ഭാര്യയെ വിളിച്ചിട്ട് എടി നീ വരുന്നുണ്ട്, ഞാൻ ഭൂമി വരെ പോവാ വരുന്നതെന്ന് ചോദിച്ചു. അവള് പറഞ്ഞു ഞാൻ വരുന്നില്ല. ഞാൻ ചോദിച്ചു നീ എന്തായാലും വരാത്തെ? അവിടെ സ്വന്തം ഗ്രഹത്തിലെ പെണ്ണുങ്ങൾക്ക് പറഞ്ഞ സമാനമില്ല, പിന്നെ അന്യഗ്രഹത്തിലെ പെണ്ണുങ്ങൾക്ക്. പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് 4 കിലോമീറ്റർ വടക്കോട്ട് നടന്നു കഴിഞ്ഞാൽ സ്വർഗോ. പിന്നെ ദേവലോകമൊക്കെ അവിടെ ഇല്ലയോ? ശൂന്യാകാശത്താണോ ഈ സ്വർഗമൊക്കെ? പിന്നെ നിങ്ങൾ പറഞ്ഞില്ലേ മേളിൽ ഇരുന്ന ഒരാൾ കാണുന്നു, മേളിൽ ഇരുന്ന ആളാ. പിന്നെ ആരാ അത്? ശൂന്യാകാശമാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇത് ദൈവനമ്പരൊക്കെ അവിടെ ഈ സംഭവം എന്ന് പറഞ്ഞത്. ദൈവനമ്പര ദേവേന്ദ്രനൊക്കെ നമ്മുടെ അടുത്തുള്ള കക്ഷിയല്ലേ പുള്ളി. പിന്നെ ദേവേന്ദ്രൻ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് മാർക്കറ്റ് വെച്ച് ഉണ്ടായിരുന്നു. ദേവേന്ദ്രന്റെ മാർക്കറ്റ് വെച്ചുണ്ടോ? പിന്നെ അവന് മറ്റേ ഇവിടെ പരിപാടിക്കൊക്കെ പോകുന്ന പുള്ളി പ്രോഗ്രാമിനൊക്കെ ഭയങ്കര മ്യൂസിക്കാരനാണ് പുള്ളി ദേവേന്ദ്രൻ. ഭയങ്കര ഇന്ദ്രൻ എന്ന് പറഞ്ഞ ഭയങ്കര സംഭവമില്ലേ, ഭയങ്കര വേന്ദ്രനാണ് പുള്ളി. പിന്നെ പുള്ളി യുറാനസിൽ ബാലയ്ക്ക് പോയിട്ടുണ്ട്. പുള്ളിയുടെ ബാല എന്നാ യുറാനസിൽ. ദേവേന്ദ്രൻ ഹലോ ഇന്ദ്രൻ. എടാ ഞാനിവിടെടാ, ഞാൻ ഭൂമിയിലടാ. അടുത്ത പോലല്ല, ഇവിടെ നല്ല രസമാണ്. അന്വേഷണം പറഞ്ഞ് ഇവിടെ ഒരാളുണ്ട് ഇതിനൊക്കെ. നമ്മളന്ന് പറഞ്ഞില്ലേ നമ്മുടെ പ്ലൂട്ടോയെ കാണാനില്ലെന്ന് പറഞ്ഞില്ലായിരുന്നു? ഇവിടെ ഉണ്ട് പ്ലൂട്ടോ. ഇവിടെ നമ്മുടെ പ്ലൂട്ടോ. നമ്മളെ നീ എന്റെ പരിപാടി എപ്പോഴാ? നിന്റെ പരിപാടി എപ്പോഴാ അവിടെ നടക്കുന്നത്? പിന്നെ വേറെ കാര്യം, എത്ര രൂപ വേണ്ടി? 100 ചെയ്തേക്കാം. ദേവേന്ദ്രനാ. അതെന്താ 100 ചോദിച്ചേ? 100 ഒരു വൈഫൈ ചാർജ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. ചെയ്ത് കൊടുക്കത്തില്ല, ഭയങ്കര വേന്ദ്രൻ. പിന്നെ ദേവേന്ദ്രന്റെ അനിയനുണ്ട്, ഒരു പയ്യനുണ്ട് ചന്ദ്രൻ.
അനിയനോ ചന്ദ്രൻ? ഭയങ്കര മിമിക്രി ഒക്കെ ചെയ്യുന്നു, ഭയങ്കര അനുകരണ പുള്ളി, സംഭവം ഭയങ്കര ഇതാ. അയ്യോ അങ്ങനെയാണെങ്കിൽ കൊണ്ടുവന്ന് നമുക്ക് ഇവിടെ ഫ്ലോറിൽ എന്തെങ്കിലും ചെയ്യിക്കായിരുന്നല്ലോ. അവർക്ക് ഈ മലയാളം നടന്മാരെ അനുകരിക്കാൻ അറിയത്തില്ല. പിന്നെ ആരെയാ അനുകരിക്കുന്നത്? കാലനെ, നാരദനെ, യമനെ, ഇങ്ങനെയുള്ള കക്ഷികളൊക്കെ അനുകരിക്കും. അതെന്തോ സിനിമയിൽ അനുകരിക്കുന്ന ആൾക്കാരല്ലേ വേണ്ടത്? എന്തോ സിനിമയൊക്കെ അനുകരിക്കുന്ന ആൾക്കാരല്ലേ വരേണ്ടത്? അല്ല, ഞങ്ങൾ ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾക്ക് അവിടെ അറിയത്തില്ലല്ലോ. പിന്നെ നമ്മുടെ കുറെ പിള്ളേരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്, ചൊവ്വായെന്ന് കുറെ പിള്ളേരൊക്കെ നിങ്ങൾ എടുത്തിട്ടുണ്ട്. സിനിമാറ്റിക് ഡാൻസുകാരാന്ന് പറഞ്ഞിട്ട് കുറെ ഫ്രീക്കന്മാരെ മുടിയൊക്കെ വളർത്തി. ചൊവ്വയെന്ന് വന്ന മുടിയൊക്കെ വളർത്തിട്ടേക്കുന്നുണ്ടോ? ചൊവ്വ മുടി വെട്ടിക്കാൻ പറ്റത്തില്ല. അതെന്താ ചൊവ്വ മുടി വെട്ടിക്കാൻ പറ്റത്തില്ല? ബാർബർ ഷോപ്പ് പോകുന്ന അവധിയില്ലേ? പിന്നെ വേറെ കാര്യമുണ്ട്, സംസാരിക്കുന്ന സമയം പോകാൻ അറിഞ്ഞില്ല. ഈ സംഭവം എന്ന് പറഞ്ഞാലേ, ശ്രീകരക്കോട്ടെ 10:50 ഒരു റോക്കറ്റ് പോകുന്നുണ്ട് ദുബായിക്ക്. എനിക്ക് അതിന് കയറി പോകണം. ദുബായിക്ക് അല്ല, ഇവിടെ ദുബായിക്ക് പോകണം. അത് ശരി. മക്കളൊക്കെ കാത്തിരിക്കുക. പിന്നെ എനിക്ക് 1000 മക്കളുണ്ട്. 1000 മക്കളുണ്ടോ നിങ്ങൾക്ക്? പിന്നെ 1000 മക്കള്. അയ്യോ, അത് എങ്ങനെ? എന്നാലും ഈ പ്രായത്തിനിടയിൽ 1000 മക്കൾ എന്നൊക്കെ പറയുമ്പോ അവിടെ സൂര്യപ്രകാശം ഇല്ലല്ലോ, കംപ്ലീറ്റ് ഇരുട്ടല്ലേ? അല്ല, അവിടെ ഞങ്ങൾ വെട്ടം കിട്ടാൻ വേണ്ടി വല്ല ഐഡിയ എന്തെങ്കിലും പറഞ്ഞായിരുന്നു കൊള്ളായിരുന്നു. ഈ വെട്ടം കിട്ടാനായിട്ട് ഞാനെന്ത് പറയാനാ? നിങ്ങൾ വേണമെങ്കിൽ ഇലക്ട്രിസിറ്റി വല്ലതും ഇവിടെ അവിടെ കൊണ്ടുപോയി ചെയ്തു നോക്ക്. ഇത് നല്ല ബൾബൊക്കെ ഇവിടെ നിന്ന് വേണം എടുത്തോണ്ട് പോയി വച്ചു നോക്ക്. അല്ല, നിങ്ങളിവിടെ വെട്ടം കിട്ടാൻ വേണ്ടി കഴിഞ്ഞിടയ്ക്ക് ഒരു സംഭവം ചെയ്തായിട്ട് സോളാർ അത് സ്ഥാപിച്ചു കഴിഞ്ഞാൽ അത് സ്ഥാപിച്ചാൽ നല്ലതാ. അത് സ്ഥാപിച്ചു കഴിഞ്ഞാൽ എല്ലായിടത്തും വെട്ടം കിട്ടും. മാത്രമല്ല റിന്യൂവബിൾ എനർജിയാണ്, നല്ലതാണത് എപ്പോഴും. അതില്ലേ? അതെ. എന്നാ ഞാനൊരു കാര്യം പറയാം. ഞങ്ങൾ അന്യഗ്രഹ ജീവികളെ ഈ ഗ്രഹപ്പെട എന്ന് കേട്ടിട്ടുണ്ട്. അത് അനുഭവിക്കാനുള്ള യോഗം തരല്ലേ? പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം, ഇനി റോക്കറ്റ് വിടുമ്പോ സോളാർ കയറ്റി വിടാനുണ്ടല്ലോ. ഞാനൊന്നും പറഞ്ഞില്ല പത്രക്കാരാണ് ഇതൊക്കെ ചെയ്തെന്ന് പിന്നെ പറയേണ്ട ഗതികേട് വരും. എന്നാ ഞാൻ പോട്ടെ. പ്ലീസ് മനോജ്. സത്യം പറഞ്ഞാല് മനോജിന്റെ ആ ടൈമിങ്ങിനൊത്ത് നമുക്ക് മാച്ചപ്പ് ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല. അത്ര ഗംഭീരമായിട്ട് മനോജ് അവതരിപ്പിച്ചു. എല്ലാവരും മനോജിനും കമാൺ. മനോജിന്റെ യഥാർത്ഥ രൂപവും ഇതും തമ്മിൽ വലിയ വ്യത്യാസം. അല്ല, മനോജ് ഇതിനു മുൻപ് ഇവിടെ വന്നിട്ടുള്ള ഈ മനോജ് എടുക്കുന്ന ക്യാരക്ടേഴ്സ് എല്ലാം ഭയങ്കര ഡിഫറെന്റ്. ഇലത്താളം ഓർമ്മയില്ലേ? പഴയ ഇലത്താളം വെച്ചിട്ട് വന്നു. എന്തായാലും എല്ലാവരും മനോജിന് വേണ്ടി. അശോകേട്ടാ, വളരെ അതിഗംഭീര പെർഫോമൻസ് ആയിരുന്നു. നിങ്ങളങ്ങ് ബിഹേവ് ചെയ്യായിരുന്നു, അതാണ് പ്രത്യേകത. അല്ല, ശരിക്കും ചൊവ്വയെന്ന് തന്നെ വന്നതാണോ? നേരെ ചൊവ്വ നടക്കുന്നില്ല. പിന്നെ നേരെ ചൊവ്വ നടക്കുന്നില്ല. പിന്നെ അത്ര മനോഹരമായിട്ട് നമ്മൾ അതിലങ്ങ് ഇഴുകി ചേർന്ന് പോയി. അല്ല, അതാണ് ഏറ്റവും ലൗഡായിട്ട് ചിരിച്ചോണ്ടിരുന്നത് അശോകേട്ടനുമാണ്. സത്യം പറഞ്ഞില്ല, അശോകേട്ടൻ അത്രയും വളരെ രസമായിട്ട്, വളരെ സ്പോണ്ടേനിയസ് ആയിട്ട്, വളരെ ഭയങ്കര ഒരു ഒഴുക്കുണ്ടായിരുന്നു. അതിലെ പല ഡയലോഗ്സും പ്ലാൻഡ് അല്ല, പലതൊന്നും നമുക്ക് അറിയത്ത പോലും ഇല്ലായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് പറഞ്ഞപ്പോ വരുന്ന കൗണ്ടറുകളൊക്കെ ഗംഭീരമായിരുന്നു. അസലായിരുന്നു, ഗംഭീരമായിരുന്നു. ബ്യൂട്ടിഫുൾ കേട്ടോ. താങ്ക്സ് എ ലോട്ട് എവരിബഡി. ഈസ്റ്റി കോമഡി ഉത്സവം പവർഡ് ബൈ chavaram-matrimony.com നമ്മുടെ ഇന്നത്തെ ഉത്സവം കൊടിയിറങ്ങാൻ പോവാണ്. ഉത്സവത്തിന്റെ കാര്യക്കാരൻ ടിനിച്ചേട്ടനോടൊപ്പം നമ്മൾ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഇന്നത്തെ മുഖ്യാതിഥി, നമ്മുടെ പ്രിയപ്പെട്ട മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ അശോകേട്ടനെയും കൂടി സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ അശോകേട്ടനായിരുന്നു നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡിലെ മുഖ്യാതിഥി. അശോകേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു ഉത്സവം? വളരെ ഗംഭീരമായിരുന്നു. അശോകേട്ടൻ ആദ്യത്തെ സിനിമ പെരുവഴി അമ്പലമാണ്. അത് അരവിന്ദൻ സാറിന്റെ സിനിമയാണ്, പത്മനാഭൻ സാറിന്റെ സിനിമ. പത്മനാഭൻ സാറിന്റെ സിനിമ കഴിഞ്ഞിട്ട് പിന്നീട് വരുന്ന അനന്തരമാണോ? അത് അനന്തരമൊക്കെ കുറെ ശേഷമല്ലേ. രാജേട്ടന്റെ പടം അടുത്തതും പപ്പേട്ടന്റെ പടം തന്നെയായിരുന്നു, ഫയൽവാൻ. ഒരിടത്തൊരു ഫയൽവാൻ ഉണ്ടായിരുന്നു. പിന്നെ അത് അതിന്റെ ഓർഡർ പറയുകയാണെങ്കിൽ പിന്നെ യവനിക, കെ ജി വർഷ. അത് കഴിഞ്ഞാൽ പിന്നെ ഇടവേള. അത് ഞാൻ ആ റെപ്പർട്ടോറാണ് നോക്കണത്. രാജൻ മോഹൻ, പിന്നീട് മുഖാമുഖം, അങ്ങനെ എനിക്ക് തോന്നുന്നു അടൂർ ഗോപാലകൃഷ്ണൻ. അങ്ങനെ അനന്തരം ഇപ്പോഴത്തെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്ന സിനിമകളിലാണ് അഭിനയിച്ചിട്ടുള്ളത്. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇത് കണ്ടു പഠിക്കുന്ന പറഞ്ഞ് കാണിക്കുന്ന ചിത്രങ്ങളിലൊക്കെ അഭിനയിക്കാൻ സാധിച്ചു. എത്ര തലമുറ കഴിഞ്ഞാലും കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും അതൊരു ഭാഗ്യമാണ്. തീർച്ചയായും അതെ. അപ്പോ ഞാൻ ചോദിക്കണമെന്ന് വെച്ചാൽ ചിഞ്ചേട്ടാ, പക്ഷേ അശോകേട്ടനെ നമ്മൾ ഈ ഇത്രയും ക്ലാസിക്കുകളിലൊക്കെ കാണുമ്പോൾ മറ്റൊരു ക്ലാസിക്കൽ ഡയലോഗാണ്, നമുക്കൊരു നാരങ്ങ കുടിച്ചാലോ. മറ്റൊരാൾ ചിന്തിക്കാൻ സാധിക്കില്ല, പകരം വേറെ ആൾ ചിന്തിക്കാൻ പറ്റില്ല. അതുപോലെ വേറൊരു സാധനം പറഞ്ഞിട്ട് അശോകേട്ടന്റെ നമ്മുടെ മനസ്സിൽ എപ്പോഴും, അശോകേട്ടൻ അവിടെ ഇരിക്കുമ്പോഴും എന്റെ മനസ്സിൽ വേറൊരു സാധനം, സാബു. ഈ രണ്ട് സാധനങ്ങളും എനിക്ക് ഒരു ഡയലോഗ് കൂടി ഈ വാച്ച് കാണുമ്പോ പുത്തനാണ് കേട്ടാ. അല്ല, അത് ദൈവാദിനത്താൽ അങ്ങനെ കുറച്ച് നല്ല പടങ്ങളിലും നല്ല സംവിധാനം കൂടെ അഭിനയിക്കാൻ ഉള്ള ഒരു ഭാഗ്യം അങ്ങനെ കിട്ടി.
പുറമെ നമുക്ക് അശോകേട്ടൻ എന്ന് പറഞ്ഞ ഒരു ഉഗ്രൻ സിംഗറാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഞാൻ പറഞ്ഞില്ലേ സിനിമയിൽ പാടിയിട്ടുണ്ട്. ഇതിനൊക്കെ പുറമെ ഒരു നല്ല ഗായകൻ, വളരെ കറക്റ്റായിട്ട്. അശോകേട്ടൻ പഠിച്ചിട്ടുണ്ടോ? പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഞാൻ കുറച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടിയിട്ട് നമ്മുടെ ഈ ഉത്സവം കൂടിയാണ്. ഇൻട്രൊഡക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് മൂളി കഴിയുമ്പോഴത്തേക്ക് ആ പ്രതീക്ഷ മുഴുക്ക കളയും. അത് കുഴപ്പമില്ല, തെറ്റിദ്ധാരണ ഉണ്ടാക്കി കൊടുക്കണ്ട. അങ്ങനെ ഇല്ലല്ല, നമുക്ക് അങ്ങനെ തെറ്റിദ്ധാരണയില്ല, ശരിയായ ധാരണയേ ഉള്ളൂ. അശോകേട്ടൻ ഗംഭീരമായിട്ട് പാടും. അശോകേട്ടന്റെ ഒരു മാസ്റ്റർ പീസ് നമ്പറാണ്, അദ്ദേഹത്തിന്റെ തന്നെ സിനിമയിലുള്ള ഗാനമാണ്. ഇൻ ഹരിയർ നാറിലെ പാട്ടാണ്, നമുക്ക് കേട്ടുപോയാൽ. ഏകാന്ത ചന്ദ്രികേ തേടുന്നതെന്തിനോ, കുളിരിനോ കൂട്ടിനോ, എൻ്റെ കരളിലെ പാട്ടിനോ. ഏകാന്ത ചന്ദ്രികേ തേടുന്നതെന്തിനോ, കുളിരിനോ കൂട്ടിനോ, എൻ്റെ കരളിലെ പാട്ടിനോ. ഏകാന്ത ചന്ദ്രികേ തേടുന്നതെന്തിനോ, ഉത്സവം അവസാനിക്കുന്നില്ല, ആഘോഷം തുടരുന്നു. Stay tuned everybody. We'll see you next time. ഏകാന്ത ചന്ദ്രി